ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ദേവസ്വ പിതാവിനോടും സകല വിശുദ്ധരോടും സകല മാലാഹമാരോടും ചേർന്ന്, പ്രത്യേകിച്ച് നമ്മുടെ കാവൽ മാലാഹയോടും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട വിശുദ്ധരോടും ചേർന്ന് നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ പ്രതി നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറിക്കുറിപ്പ് 240 സന്ദേശം. എൻ്റെ അമ്മേ, ഇന്നു മുതൽ അങ്ങ് പ്രത്യേകമായ വിധത്തിൽ എൻ്റെ മാതാവാണ്. അങ്ങയുടെ മകൻ എൻ്റെ മണവാളനാണ്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അവിടുത്തെ മക്കളാണ്. അങ്ങയുടെ മകനെ പ്രതി അങ്ങ് എന്നെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു. ഓ മറിയമേ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അങ്ങേ തിരുക്കുമാരൻ്റെ ഹൃദയപ്രകാരം എൻ്റെ ആത്മീയ ജീവിതത്തെ നയിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ മണവാട്ടിയാണെന്നുള്ള ബോധ്യത്തിൽ തന്നെ സ്വന്തം ഡയറിയിൽ കുറിച്ചിട്ടിരിക്കുന്ന 240 സന്ദേശമാണിത്. ഈശോയുടെ മണവാട്ടിയാണ് ഞാൻ എന്നതിനാൽ ഈശോയുടെ അമ്മ എന്നെ പ്രത്യേകമായ രീതിയിൽ പരിഗണിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഫൗസ്റ്റീന ഇവിടെ ഓർമ്മപ്പെടുത്തുക. എന്നാൽ നമുക്കറിയാം, നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മണവാട്ടിമാരാണ്. മനുഷ്യാത്മാവ് ദൈവാത്മാവിൻ്റെ മണവാട്ടിയാണെന്ന് തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരുസഭയുടെ ദർശനവും അതുതന്നെയാണ്. ഉത്തമഗീതത്തിലെ മനുഷ്യാത്മാവും ദൈവാത്മാവും തമ്മിലുള്ള പ്രണയത്തെ, സ്നേഹത്തിൻ്റെ ആഴത്തെ, ഐക്യത്തിൻ്റെ ആഴത്തെയും വിശാലതയെയും നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്കിങ്ങനെ പറയാനായിട്ട് സാധിക്കും: എൻ്റെ അമ്മേ, അമ്മയുടെ പുത്രൻ അവൻ്റെ വിലയാൽ നേടിയ എന്നെ നഷ്ടപ്പെടാതിരിക്കേണ്ടതിന് അമ്മ പ്രത്യേകം മാധ്യസ്ഥത വഹിക്കണം. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രൻ തൻ്റെ വിലയാൽ നേടിയ ഞാൻ ആ പുത്രൻ്റെ വില തന്നെ ആയതുകൊണ്ട് അമ്മയ്ക്ക് പ്രത്യേകമായ വിധം മക്കളാണ്, മകനാണ്, മകളാണ്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ പുത്രനെ അമ്മ സംരക്ഷിക്കുന്നത് പോലെ അതിനാൽ തന്നെ ഞങ്ങളെ സംരക്ഷിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. നമുക്ക് നമ്മുടെ അമ്മയോട് മാതൃവാത്സല്യത്തോടെ, മാതൃസവിശേഷമായ സ്നേഹത്തോടെ, ആശ്രയബോധത്തോടെ, മക്കളുടെ ആശ്രയബോധത്തോടെ നമുക്ക് ഈ അമ്മയോട് പറയാൻ സാധിക്കും: എൻ്റെ അമ്മേ, പരിശുദ്ധ അമ്മേ. പരിശുദ്ധ അമ്മ അമ്മയുടെ മകൻ്റെ വിലയാൽ അവിടുത്തെ മകൻ നേടിയ ഞങ്ങൾ ഓരോരുത്തരെയും നഷ്ടപ്പെട്ടു പോകാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നില്ലല്ലോ. അങ്ങേ മകനെ സ്നേഹിക്കുന്ന പോലെ ഞങ്ങളെയും സ്നേഹിക്കുന്നുണ്ടല്ലോ. അങ്ങയുടെ മകൻ അങ്ങേക്ക് ഞങ്ങളെ ഭരമേൽപ്പിച്ചിട്ടുണ്ടല്ലോ. ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അമ്മയായിട്ട് അമ്മയെ ഞങ്ങൾക്ക് നിയമിച്ച് തന്നിട്ടുണ്ടല്ലോ. ഞങ്ങളെ അമ്മയുടെ മക്കളായിട്ട് അവിടുത്തെ പുത്രൻ തിരുരക്തത്താൽ സ്ഥാപിച്ചു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പരിശുദ്ധ അമ്മേ, അവിടുത്തെ പുത്രനെ കരുതുന്ന പോലെ ഞങ്ങളെയും കരുതണമേ. അതോടൊപ്പം തന്നെ നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. തൻ്റെ പുത്രനെ നൽകുവാൻ തക്കവിധം നമ്മളോട് അവിടുന്ന് കാണിച്ച സ്നേഹത്തിന്, കാരുണ്യത്തിൻ്റെ ആഴത്തിന്, ഒരമ്മയെ നൽകിക്കൊണ്ട് നമ്മുടെ ഈ ജീവിത സാഹചര്യത്തിൽ ഒരു മാതൃവാത്സല്യത്തിന് തണൽ നമുക്ക് നൽകിയ അവിടുത്തെ അനന്തമായ കാരുണ്യത്തിന് നമുക്ക് ആരാധിക്കാം. ഈശോയോട് നമുക്ക് പറയാം: ഈശോയെ, അങ്ങയുടെ കരുണയുടെ രഹസ്യങ്ങൾ അറിഞ്ഞവരാരുണ്ട്? അത് എനിക്ക് തികച്ചും അഗ്രാഹ്യമായിരിക്കുമ്പോഴും ഞാൻ അങ്ങയോട് പറയുന്നു, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.